ഭരണങ്ങാനം പള്ളിക്ക് സമീപത്തായിട്ട് 12.5 സെന്റ് സ്ഥലത്തില് 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് കംപ്ലീറ്റ് തേക്കിൻ തടി കൊണ്ടൊക്കെ പണി തീർത്തിട്ടിരിക്കുന്ന അത് ഡോറുകളാവട്ടെ, ജനൽപ്പാളികളാവട്ടെ, അതുപോലെ കബോർഡ് വർക്കുകളാവട്ടെ, ഇതെല്ലാം തേക്കിൻ്റെ തടി ഉപയോഗിച്ച് ചെയ്തെടുത്തിരിക്കുന്ന നല്ല ഒരു അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ഭരണങ്ങാനം പള്ളിക്ക് സമീപത്താണ്. ടൗണുമായിട്ട് ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 600 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. PWD റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുന്നില്ല, പക്ഷെ PWD റോഡിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത് 16 അടി വീതിയിലുള്ള വഴിയാണ്. അതായത് നല്ല വീതിയുള്ള റോഡ് തന്നെ വീട് വരെയും നമുക്ക് എത്തിച്ചേരാനും പറ്റുന്നതാണ്. ആ വീടും സ്ഥലവും കൂടെ ചോദിക്കുന്ന വില 1,25,00,000 രൂപ മാത്രം നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ മൊത്തത്തിലുള്ള ദൃശ്യങ്ങളിലേക്ക് വേഗം ഒന്ന് പോകാം. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ്, മീനച്ചിൽ ഹോംസിന്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ വീഡിയോകൾ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനൊക്കെ നിങ്ങൾ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. 100% വിശ്വസ്തമായിട്ട് പ്രവർത്തിക്കുന്ന 12 വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്ന മീനച്ചിൽ ഹോംസ് വഴി നിങ്ങൾക്ക് ഈ ഭവനം സ്വന്തമാക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലൂടെ കടന്നു പോകാം. മീനച്ചിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇത് ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 12.5 സെന്റ് സ്ഥലത്തിൽ 2400 സ്ക്വയർ ഫീറ്റുള്ള ഈ അടിപൊളി വീടിൻ്റെ മുൻപിലേക്കാണ് വന്നിരിക്കുക. എന്ത് ക്യൂട്ടായിട്ടുള്ള വീടാണെന്ന് നോക്കിക്കേ, എന്ത് രാജകീയ കലയുള്ള വീടാണെന്ന് നോക്കിക്കേ, അതിൻ്റെ മുറ്റം എത്ര ഭംഗിയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നതെന്ന് നോക്കിക്കേ. നല്ല സ്റ്റോണൊക്കെ ഇട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഗ്രാസൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് അലങ്കരിച്ചെടുത്തിരിക്കുന്ന നല്ല കിടുക്കൻ വീടാണ്. ഈ വീട് ഇവിടെ കാണുമ്പോൾ തന്നെ വളരെ മനോഹരമാണ്. ഫ്രണ്ടിലൊരു കിണർ വീടിനൊരു അഴക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നല്ല അഴകുള്ള രീതിയിൽ നല്ല പച്ചപ്പ് വിരിച്ചിരിക്കുന്ന മുറ്റത്തേക്ക്, നല്ല മൈതാനം പോലെ കിടക്കുന്ന മുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാണ് കിണർ. ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. PWD റോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായി സ്ഥിതി ചെയ്യുന്ന സെക്കൻഡ് പ്ലോട്ടിലേക്ക് 16 അടി വീതിയിൽ വഴിയും കൂടെ കൊടുത്തുകൊണ്ടുള്ള ഒരു അടിപൊളി വീടാണ് ഇവിടെ വന്നിരിക്കുക. ഇതാണ് മുറ്റത്തിൻ്റെ വലിപ്പം നമ്മളിവിടെ കാണുന്നത്. മുറ്റത്തിൻ്റെ വലിപ്പം ഒരു അസാമാന്യ വലിപ്പമുള്ള നല്ലൊരു മുറ്റമാണ്. അവിടുന്ന് നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ കിച്ചണിൽ നിന്ന് ഇറങ്ങേണ്ട ഡോറാണ് കാണുന്നത്. അവിടെ ഗ്യാസ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റൊക്കെ വന്നിട്ടുണ്ട്. മുകളിലേക്കൊന്ന് കയറി നോക്കാം. സ്റ്റെയർ കേസ് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നല്ല ഒരു റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന നല്ല റൂഫ് വർക്ക് നമുക്കിവിടെ കാണാം. അപ്പോൾ റൂഫ് വർക്ക് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന കേരള തനിമയുള്ള നല്ല അടിപൊളി വീടിൻ്റെ മുൻപിലേക്കാണ് നമ്മളിപ്പോൾ വീണ്ടും വന്നിരിക്കുക. ഇതൊരു ബൈക്കൊക്കെ വേണമെങ്കിൽ വയ്ക്കുവാനുള്ള സ്പേസ് വന്നിട്ടുണ്ട്. ഇത് കാർ പോർച്ച്, വലിയ വാഹനങ്ങൾ കയറ്റിയിടാൻ പാകത്തിന് വലിപ്പമുള്ള കാർ പോർച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് ഫ്രണ്ട് മുറ്റം. വീണ്ടും നമ്മൾ കണ്ടു ഫ്രണ്ട് മുറ്റത്തിൻ്റെ അളവ് നമുക്ക് കാണാം. 5, 6, 7 വണ്ടി എന്നാലും കയറ്റിയിടാവുന്ന രീതിയിൽ വലിപ്പമുള്ള നല്ലൊരു മുറ്റത്തിൻ്റെ വലിപ്പമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ നമ്മളിനി വീടിനകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. വീടിനെ പറ്റി പറയുമ്പോൾ കംപ്ലീറ്റ് തേക്കിൻ്റെ തടി കൊണ്ട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീടാണ്. വീടിൻ്റെ സിറ്റ് ഔട്ട് എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ട്, വലിപ്പമുള്ളൊരു കാർ പോർച്ച്. സിറ്റ് ഔട്ട് ആണെങ്കിൽ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുക. നമുക്കിവിടെ ഫ്രണ്ട് ഡോറിനെ നമുക്ക് ഡോറും അതുപോലെ തന്നെ തേക്ക് കൊണ്ട് പാനൽ ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. നല്ല പാനലിംഗ് വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തേക്കിൻ്റെ ഡിസൈന്, തടി കൊണ്ടുള്ള നല്ല ഡിസൈൻ വർക്കുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. ഫ്രണ്ട് ഡോറിൻ്റെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഡോറ്. തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുക. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വലിപ്പമുള്ള നല്ലൊരു സ്വീകരണമുറിയിലേക്കാണ് ഇവിടെ വന്നിരിക്കുക. സ്വീകരണമുറി, നല്ല വലിപ്പമുള്ളൊരു സ്വീകരണമുറി ഇവിടെയുണ്ട്. സ്വീകരണമുറിയിൽ നിന്നും ഇൻറ്റീരിയർ വർക്കുകൾ, ജിപ്സം വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാം. നല്ല ഡിസൈനോട് കൂടിയുള്ള നല്ല ജിപ്സം വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹോളും ഡൈനിങ്ങും തമ്മിലുള്ള ഒരു പാർട്ടീഷൻ വർക്ക്, തേക്കിൻ തടി കൊണ്ടുള്ള നല്ലൊരു പാർട്ടീഷൻ വർക്ക് വന്നിരിക്കുന്നത് കാണാം. ഒരു അസാമാന്യ വർക്കുകളാണ് ഇതിൻ്റെ തടി കൊണ്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വർക്കുകളുള്ള നല്ല ഒരു വീട് ആണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്.
അപ്പോൾ ഇവിടുന്ന് ഇതാണ് നമ്മൾ ഡൈനിങ് സ്പേസ് വന്നിരിക്കുന്നത്. 4 ബെഡ്റൂമുണ്ട്, 4 അറ്റാച്ച്ഡ് ആണ്. എല്ലാ ബെഡ്റൂമിൻ്റെയും ഡോറുകൾ ചുറ്റും നമ്മൾ നടന്നു കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് തേക്കിൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികളാണ് എന്നുള്ളത്. ഇതാണ് 4 സൈഡിലുമുള്ള ബെഡ്റൂമുകളുടെ ഒരു വലിപ്പം അല്ലെങ്കിൽ ഒരു സ്പേഷ്യസ് എന്നൊക്കെ പറയുന്നത്. ഇവിടുന്ന് നമ്മൾക്ക് ഒരു ഫാമിലി ലിവിങ് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. 2400 സ്ക്വയർ ഫീറ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ കൂടി. അവിടെയും നല്ല ഡിസൈൻ വർക്കുകളോടുകൂടി തന്നെയാണ് ഈ വീട് വന്നിരിക്കുക. ഇവിടുന്ന് നമ്മൾ നേരെ ഇതാണ് വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ല മനോഹരമായ വാഷ് കൗണ്ടർ. ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സെറ അല്ലെങ്കിൽ ജോൺസൺ ഇങ്ങനെയുള്ള കമ്പനി സാധനങ്ങൾ തന്നെയാണ് എല്ലാ ടോയ്ലറ്റിനും ഉപയോഗിച്ചിരിക്കുന്ന ബാത്റൂം ഫിറ്റിങ്സുകൾ. ഇനിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതാണ് നമ്മുടെ TV യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത് കാണാം. മനോഹരമായൊരു TV യൂണിറ്റാണ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ മനോഹരമായ ഒരു TV യൂണിറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് നമ്മുടെ ബെഡ്റൂമുകളുടെ കാഴ്ചകളിലേക്ക് നമുക്ക് ഒന്ന് പോകാം. ഇവിടെയാണ് 3 ഫേസ് കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. 3 ഫേസ് വയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കണക്ഷൻ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഒരു 50 മീറ്റർ പോലും ദൂരം കേബിൾ വലിക്കേണ്ട, അത്രയും 3 ഫേസ് കണക്ഷൻ എടുത്താൽ മതി. ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ജനൽപ്പാളികൾ 2 സൈഡിലും ജനൽപ്പാളികൾ ഉള്ളതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ നന്നായിട്ട് കിട്ടാവുന്ന രീതിയിലുള്ള ഡിസൈനാണ് ബെഡ്റൂമിന് കൊടുത്തിരിക്കുക. AC പോയിൻ്റാണ് ഈ കാണുന്നത്. 4 ബെഡ്റൂമിലും AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡുകൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതിമനോഹരമായ കബോർഡ് വർക്കുകൾ ആണ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്ലോസറ്റുകളാണ് ഈ ബെഡ്റൂമിന് കൊടുത്തിരിക്കുക. അങ്ങനെ നമ്മൾ ഇത് ഷവർ അങ്ങനെയുള്ള എല്ലാ സംവിധാനത്തോടും കൂടി നമ്മൾ ഇവിടെ ഇതാണ് നമ്മുടെ ടാപ്പുകൾ എല്ലാം ജോൺസൺ എന്ന കമ്പനിയുടെയാണ്. ഒത്തിരി ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. കാരണം ഒന്ന്, ഭരണങ്ങാനം ഏരിയയിലുള്ള വീടുകൾക്ക് ഭരണങ്ങാനം ഏരിയയുടെ ഒരു ഡിമാൻഡ് ഉള്ളത് കൊണ്ടും, 2 PWD റോഡിൻ്റെ സൈഡെന്ന് തന്നെ പറയാം. അതുപോലെ വീതിയുള്ള റോഡ് അന്വേഷിച്ച ആൾക്കാർ വരുമ്പോഴും അവിടെയും നമുക്ക് നല്ല വീതിയുള്ള റോഡ് സൈഡിൽ നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീട്. അപ്പോൾ നമ്മൾ വെറുതെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് പരസ്യമിട്ടപ്പോൾ തന്നെ പലരും നമ്മൾ വഴി കാണാൻ വന്നു. അപ്പോൾ പലർക്കും മക്കളൊക്കെ അടുത്ത ആഴ്ച വരാനുള്ളവരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. വിദേശത്തുനിന്ന് വന്നിട്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ എന്ന് പറഞ്ഞു നിൽക്കുന്നവരും ഒക്കെ ഒത്തിരിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത്. ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. മനോഹരമായ ടൈല് വർക്കുകൾ, ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്ലോസറ്റുകൾ, അതുപോലെ ഷവർ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിരിക്കുക. ഇത്രയും നല്ല ഭംഗിയുള്ള, ഇത്രയും നല്ല വീതിയുള്ള റോഡുള്ള, നല്ല ഒരു ഭംഗിയുള്ള ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ? ഈ അവസരം നിങ്ങൾ പാഴാക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫോൺ നമ്പർ ഈ വീഡിയോയോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫോൺ നമ്പറുണ്ട്. നിങ്ങളുടെ ഫോണിലേക്ക് ആദ്യം തന്നെ ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഞങ്ങളെ ഒന്ന് കോൾ ചെയ്യുക. കാരണം ഒന്ന് കോൾ ചെയ്തു പിന്നീട് നിങ്ങൾ ഞങ്ങളെ മറന്നു പോകരുത്. അയ്യോ, നമ്പർ എവിടെ നിന്ന് എടുക്കണം എന്ന് അറിയാൻ മേലാതെ പോകരുത്. അതുകൊണ്ട് തന്നെ ആദ്യം സേവ് ചെയ്യുക, അതിനുശേഷം ഞങ്ങളെ കോൾ ചെയ്യുക. ഏത് സമയത്ത് വന്നാലും ഞങ്ങൾ പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. ഭരണങ്ങാനം വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്ത ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന, കിണർ വെള്ളം ഇഷ്ടംപോലെ ലഭിക്കുന്ന, റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പായി കഴിഞ്ഞതും ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നതുമായ ഈ മേഖലയിൽ ഭരണങ്ങാനം പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 500 മീറ്റർ ദൂരമാണ്. അതുപോലെ തന്നെ ഭരണങ്ങാനം ടൗണിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 700 മീറ്റർ ദൂരം മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് കടകൾ ഭരണങ്ങാനം ടൗണിൽ 700 മീറ്റർ ചെന്ന് കഴിഞ്ഞാൽ മുഴുവൻ കടകളും അവിടെ തന്നെയുണ്ട്. നമുക്ക് പാല ടൗണിലേക്ക് പോകുവാനായിട്ട് ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരവും, ഈരാറ്റുപേട്ടയ്ക്ക് പോകുവാനായിട്ട് ഇവിടുന്ന് 8 കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത്. ഇവിടുന്ന് നമുക്ക് ഈരാറ്റുപേട്ട വാഗമണ്ണ് വഴി നമുക്ക് നേരെ ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശനം എളുപ്പമാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് നേരെ തൊടുപുഴ വഴി ഇടുക്കി ജില്ലയിലേക്ക് പോകുവാനും, ഇടുക്കി ജില്ലക്കാർക്ക് അവിടെ കിടക്കുന്ന എസ്റ്റേറ്റുകൾ അന്വേഷിക്കുവാനായിട്ട് ഇടയ്ക്ക് പോകുവാനൊക്കെ ആയിട്ട് ഈസി ആയിട്ട് പോയി വരാൻ പറ്റും. കോട്ടയം ടൗണിലേക്ക് പോകുന്നവർക്ക് പാലാകൂടി കോട്ടയം പോകാം. ഈ പാലായിൽ ബ്ലോക്കോ എന്തെങ്കിലും ജൂബിലി പെരുന്നാൾ പോലെയുള്ള എന്തെങ്കിലും ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ
അതിലും വേഗം കോട്ടയത്തിന് പോകാനുള്ള ഷോർട്ട് കട്ട് വഴികൾ മുഴുവനുണ്ട്. നമുക്ക് പാലായെ സംബന്ധിച്ച് പാലക്കാർക്കറിയാം, അല്ലെങ്കിൽ പാലായിൽ ഒരു തവണയെങ്കിലും വന്നിട്ടുള്ളവർക്കറിയാം, പാലായിലെ റോഡുകളെല്ലാം റബ്ബറൈസ്ഡ് റോഡാണ്. അപ്പോൾ റബ്ബറൈസ്ഡ് റോഡ് തന്നെ നമുക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിലേക്ക് എത്താനും പാലായിൽ ഏത് ഷോർട്ട് കട്ട് വഴിയിലൂടെ നമ്മൾ കോട്ടയമാകട്ടെ, ഇടുക്കി ജില്ലയാവട്ടെ, ഈരാറ്റുപേട്ടയാകട്ടെ, പൗഞ്ഞാറാവട്ടെ, ഏത് സൈഡിലേക്ക് പോകണമെങ്കിലും എല്ലാം PWD റോഡേ തന്നെ നമുക്ക് ഏത് സൈഡിലേക്കും പോകാം. വണ്ടിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് കേടുപാടുകൾ കുറഞ്ഞിരിക്കും, കുലുക്കം കുറഞ്ഞിരിക്കും. ഇതാണ് ഈ വീടിൻ്റെ ഏറ്റവും മനോഹരവും ഏറ്റവും പ്രാധാന്യമുള്ളതുമായ കിച്ചൺ. ഇത്രയും മനോഹരമായ ഒരു കിച്ചൺ നിങ്ങൾ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടാവില്ല. മുഴുവൻ തേക്കിൻ്റെ തടികൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കിച്ചൺ വർക്കുകളാണ്. ഇവിടെ ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ കബോർഡ് വർക്കുകൾ. എത്ര മനോഹരമായ കബോർഡ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ചുമ്മാ ഒന്ന് നോക്കിക്കോളൂ. ഫ്രിഡ്ജ് വയ്ക്കുവാനുള്ള പോയിൻ്റാണ് അവിടെ കണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുകയാണ്. വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിൻ്റ്, അതുപോലെ പുകയില്ലാത്ത അടുപ്പ് ഒരെണ്ണം. ഇവിടെയും മനോഹരമായ കബോർഡ് വർക്കുകൾ. ഇതെല്ലാം ഈ വീടിനുണ്ട്. ബാക്കിലെ ഡോറ് ഡബിൾ പാളി, അതായത് മേളിലും താഴെയുമായിട്ട് 2 പാളി ഡോറാണ്. ഇത് നല്ല മനോഹരമാണ്. കാറ്റും വെളിച്ചവും കയറും. കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലോട്ട് എഴജന്തുക്കളൊന്നും കയറി വരാത്ത രീതിയിലൊക്കെ ഒരു താഴത്തെ ഡോറും നമുക്ക് അടച്ചിടാൻ പറ്റും. മേളത്തെ ഡോറ് തുറന്നിടുകയുമാണെങ്കിൽ കാറ്റും വെളിച്ചവും മനോഹരമായി നമ്മുടെ വീട്ടിൽ പ്രവേശിച്ച് നമുക്ക് ശുദ്ധവായു ലഭിക്കുന്നതാണ്. അങ്ങനെ മനോഹരമായ ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. 1,25,00,000 രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിളാണ്. ലോൺ ഫെസിലിറ്റീസ് അവൈലബിളാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെ ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.